ഹായ് ദർ ആവറേജസിനെ കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഒരു ടേമാണ് ആവറേജസ്. പലതരത്തിലുള്ള ആവറേജസുകളുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. എ സിംഗിൾ വാല്യൂ വിച്ച് ക്യാൻ റെപ്രസെൻറ്റ് ദ ഹോൾ സെറ്റ് ഓഫ് ഡാറ്റ ഇസ് കോൾഡ് ആൻ ആവറേജ്. ഒരു സിംഗിൾ വാല്യൂവിന് ഒരു സെറ്റ് ഓഫ് ഡാറ്റയെ റെപ്രസെൻറ്റ് ചെയ്യാൻ കഴിയുന്നുവെങ്കിൽ ആ വാല്യൂവിനെ നമുക്ക് ആവറേജ് എന്ന് വിളിക്കാം. ഫോർ എക്സാമ്പിൾ, ഒരു ക്ലാസ്സിലെ കുട്ടികളുടെ ആവറേജ് വെയ്റ്റ് 50 കിലോഗ്രാം ആണ് എന്ന് നമ്മളോട് പറഞ്ഞു കഴിഞ്ഞാൽ ആ 50 kg എന്നുള്ള വാല്യൂ ആ ക്ലാസ്സിലെ മുഴുവൻ കുട്ടികളെയും റെപ്രസെൻറ്റ് ചെയ്യുന്ന വാല്യൂ ആണ്. 50 kgയേക്കാൾ കൂടുതൽ വെയ്റ്റുള്ള കുട്ടികളുണ്ടായിരിക്കാം, 50 kgയേക്കാൾ കുറവ് ഭാരമുള്ള കുട്ടികളുണ്ടായിരിക്കാം. എങ്കിലും ആ ക്ലാസ്സിലെ മൊത്തം കുട്ടികളുടെ ഒരു ഏകദേശ വെയ്റ്റാണ് 50 kg എന്നുള്ളത്. സോ ആ വാല്യൂ എല്ലാ കുട്ടികളെയും റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു സിംഗിൾ വാല്യൂ ആണ്. Averages are used to represent a large set of numbers with a single number. It is a representation of all the numbers available in the data set. ഒരു ഡാറ്റാ സെറ്റിലുള്ള എല്ലാ നമ്പേഴ്സും റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു സിംഗിൾ നമ്പറാണ് ആവറേജ് എന്ന് പറയുന്നത്. ഇഫ് ദി ആവറേജ് ടെൻസ് ടു ലൈ ഓർ ഇൻഡിക്കേറ്റിംഗ് ദി സെൻറ്റർ ഓഫ് ദി ഡിസ്ട്രിബ്യൂഷൻ ഈസ് കോൾഡ് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി. ഈ ആവറേജിനെ നമ്മൾ കണ്ടെത്തുന്ന പ്രോസസ്സാണ് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്ന് പറയുന്നത്. നമുക്ക് തന്നിട്ടുള്ള ഡാറ്റയിലെ ആവറേജ് നമ്മൾ കണ്ടെത്തുന്നതാണ് എന്ത്? മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി. ഇനി ദർ ആർ 2 types ഓഫ് ആവറേജസ്, മാത്തമാറ്റിക്കൽ ആവറേജസ് ആൻഡ് പൊസിഷണൽ ആവറേജസ്. മാത്തമാറ്റിക്കൽ ആവറേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസിലൂടെ നമ്മൾ ആവറേജ് കണ്ടെത്തുന്നതാണ് മാത്തമാറ്റിക്കൽ ആവറേജസ്. പൊസിഷണൽ ആവറേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് നമ്മളവിടെ നടത്തുന്നില്ല. പകരം നമുക്ക് തന്നിട്ടുള്ള ഡാറ്റയെ നമ്മൾ അസെൻഡിങ് ഓർ ഡിസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്തിട്ട് അതിൻ്റെ മിഡിൽ വരുന്ന വാല്യൂ ഏതാണോ ആ വാല്യൂവിനെ ആവറേജ് ആയിട്ട് എടുക്കുന്നതാണ് പൊസിഷണൽ ആവറേജ്. ഒരു എക്സാമ്പിൾ നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ വാല്യൂസ് തന്നിട്ടുണ്ട് 2, 3, 4, 5, 1. ഈ വാല്യൂസിൻ്റെ ആവറേജാണ് നമ്മൾ കാണുന്നതെങ്കിൽ, മാത്തമാറ്റിക്കൽ ആവറേജാണ് നമ്മൾ കാണുന്നതെങ്കിൽ നമ്മൾ ഈ വാല്യൂസിനെ പരസ്പരം ആഡ് ചെയ്യും, എന്നിട്ട് ടോട്ടൽ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യും. സോ ഇവിടെ 2 + 3 + 4 + 5 + 1 എന്ന് പറയുമ്പോൾ 15 എന്ന് നമുക്ക് കിട്ടും അല്ലേ. 15 ഡിവൈഡഡ് ബൈ എത്ര നമ്പേഴ്സ് ഉണ്ടെന്ന് നോക്കാം. 1, 2, 3, 4, 5 അല്ലേ. ടോട്ടൽ 5 നമ്പേഴ്സാണുള്ളത്. 5 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യും. സോ നമുക്ക് 3 എന്ന് ആൻസർ കിട്ടും. ഇനി ഇതിൻ്റെ പൊസിഷണൽ ആവറേജാണ് നമ്മൾ കാണുന്നതെങ്കിൽ നമ്മൾ ഈ വാല്യൂസിനെ ആദ്യം ഒന്ന് അറേഞ്ച് ചെയ്യും, അസെൻഡിങ് ഓർ ഡിസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യും. ഇപ്പോൾ ഞാനിവിടെ അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 1, 2, 3, 4, 5 അല്ലേ, ഈ രൂപത്തിൽ വരും അല്ലേ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ. എന്നിട്ട് ഇതിൻ്റെ മിഡിൽ വരുന്ന വാല്യൂ ഏതാണെന്ന് നോക്കും. ഇതിൻ്റെ മിഡിൽ വരുന്നത് ഏതാണ്? 3 ആണ്. സോ ഈ 3 എന്തായിട്ട് എടുക്കും? ആവറേജ് ആയിട്ട് എടുക്കും. ഓക്കെ, ഇനി മാത്തമാറ്റിക്കൽ ആവറേജസിൽ എഗെയിൻ നമുക്ക് അരിതമെറ്റിക് മീൻ ഉണ്ട്, ജിയോമെട്രിക് മീൻ ഉണ്ട്, അതുപോലെ ഹാർമോണിക് മീൻ ഉണ്ട്. പൊസിഷണൽ ആവറേജസ് എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടുള്ളത് മീഡിയൻ, അതുപോലെ മോഡ്. നെക്സ്റ്റ് വൺ, ക്വാളിറ്റീസ് ഓഫ് ഗുഡ് ആവറേജ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ആവറേജ്. ഒരു ആവറേജിന് ഉണ്ടായിരിക്കേണ്ട ഗുണങ്ങൾ എന്തെല്ലാം എന്നുള്ളതാണ്. ഫസ്റ്റ് വൺ, ഇറ്റ് ഷുഡ് ബി ഈസി ടു കാൽക്കുലേറ്റ് ആൻഡ് സിമ്പിൾ ടു അണ്ടർസ്റ്റാൻഡ്. നമുക്ക് മനസ്സിലാക്കാനൊക്കെ ഈസി ആയിട്ടുള്ളതായിരിക്കണം ആ വാല്യൂ എന്ന് പറയുന്നത്, ആവറേജ് എന്ന് പറയുന്നത് ഈസി ആയിട്ടുള്ളതായിരിക്കണം. നെക്സ്റ്റ് വൺ, ഇറ്റ് ഷുഡ് ബി ക്ലിയർലി ഡിഫൈൻഡ് ബൈ മാത്തമാറ്റിക്കൽ ഫോർമുല. മാത്തമാറ്റിക്കൽ ഫോർമുല ഉപയോഗിച്ച് ക്ലിയർലി ഡിഫൈൻ ചെയ്തിട്ടുള്ളതായിരിക്കണം. നമ്മളുടെ പൊസിഷണൽ ആവറേജസിനേക്കാളും ഏറ്റവും നല്ല ആവറേജ് എന്ന് പറയുന്നത് മാത്തമാറ്റിക്കൽ ആവറേജസുകളാണ്. ദെൻ ഇറ്റ് ഷുഡ് നോട്ട് ബി അഫക്റ്റഡ് ബൈ എക്സ്ട്രീം വാല്യൂസ്. എക്സ്ട്രീം വാല്യൂസ് അഫക്റ്റ് ചെയ്യാൻ പാടില്ല. അപ്പോൾ എന്താണ് ഈ എക്സ്ട്രീം വാല്യൂസ്? നമുക്ക് നോക്കാം. എക്സ്ട്രീം വാല്യൂസിന് ഒരു ഉദാഹരണം നോക്കാം. നമുക്ക് ഒരു ക്ലാസ്സിലെ കുട്ടികളുടെ മാർക്ക് തരുന്നു. ഒരു കുട്ടിക്ക് കിട്ടിയ മാർക്ക് 5, ദെൻ അടുത്ത കുട്ടിക്ക് കിട്ടിയ മാർക്ക് 10, ദെൻ ഒരു കുട്ടിക്ക് 3 കിട്ടിയിട്ടുണ്ട്, ഒരു കുട്ടിക്ക് 2 കിട്ടിയിട്ടുണ്ട്, ദെൻ ഒരു കുട്ടിക്ക് 90 കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി ഈ ക്ലാസ്സിലെ കുട്ടികളുടെ ആവറേജ് മാർക്ക് നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ചെയ്യുക? ഈ വാല്യൂസിനെ എല്ലാം ആഡ് ചെയ്യും അല്ലേ, എന്നിട്ട് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ നമുക്ക് ഈ വാല്യൂസിനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 110 കിട്ടും. ഡിവൈഡ് ബൈ ടോട്ടൽ 5 കുട്ടികളാണുള്ളത്. സോ 5 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 22 എന്ന് കിട്ടി. സോ 22 ആണ് ഈ ക്ലാസ്സിലെ ആവറേജ് മാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? കഴിയില്ല. കാരണം എന്തുകൊണ്ടാണ്? മെജോറിറ്റി കുട്ടികളുടെയും മാർക്ക് 10ന് താഴെയാണ്. ഓക്കെ, പക്ഷേ എന്തുകൊണ്ടാണ് നമുക്ക് 22 കിട്ടിയത്? അത് ഇവിടെ ഒരു എക്സ്ട്രീം വാല്യൂ വന്നതുകൊണ്ടാണ്. ഓക്കെ, സോ ഈ ഒരു കൂട്ടത്തിൽ ചേരാത്ത വാല്യൂ ആണ് എന്ത്? എക്സ്ട്രീം വാല്യൂ. ഇങ്ങനെ എക്സ്ട്രീം വാല്യൂസ് വന്നു കഴിഞ്ഞാൽ നമ്മളുടെ ആവറേജ് തെറ്റിപ്പോവും. ഓക്കെ, സോ ഇറ്റ് ഷുഡ് നോട്ട് ബി അഫക്റ്റഡ് ബൈ എക്സ്ട്രീം വാല്യൂസ്. ദെൻ ഇറ്റ് ഷുഡ് ബി ബേസ്ഡ് ഓൺ ഓൾ ഒബ്സർവേഷൻസ്. നമ്മൾ ഒരു ആവറേജ് കാണുന്നത് അതിലെ എല്ലാ വാല്യൂസിനെയും, ഇപ്പോൾ നമ്മളൊരു ക്ലാസ്സിലെ കുട്ടികളുടെ ആവറേജ് മാർക്കാണ് കാണുന്നതെങ്കിൽ
ആ ക്ലാസ്സിലെ എല്ലാ കുട്ടികളെയും എടുത്തുകൊണ്ടുള്ളതായിരിക്കണം ആ ആവറേജ് എന്ന് പറയുന്നത്. ഓക്കെ, സോ എല്ലാ ഒബ്സർവേഷനെയും കൺസിഡർ ചെയ്തിട്ടുള്ള വാല്യൂ ആയിരിക്കണം ആവറേജ്. ആൻഡ് ലാസ്റ്റ് വൺ, ഇറ്റ് ഷുഡ് ബി കാപ്പബിൾ ഓഫ് ഫർദർ മാത്തമാറ്റിക്കൽ ട്രീറ്റ്മെൻറ്റ്. നമുക്ക് ഇനിയും ഇതുപയോഗിച്ച് മാത്തമാറ്റിക്കൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ കഴിയുന്ന രൂപത്തിലുള്ള ആവറേജ് ആയിരിക്കണം. ഓക്കെ, സോ ദീസ് ആർ സം ക്വാളിറ്റീസ് ഓഫ് ഗുഡ് ആവറേജസ്. ഇനി നമ്മൾ ആവറേജ് പറഞ്ഞ സമയത്ത് രണ്ട് തരത്തിലുള്ള ആവറേജ് ഉണ്ടെന്ന് പറഞ്ഞു. പൊസിഷണൽ ആവറേജ് അതുപോലെ മാത്തമാറ്റിക്കൽ ആവറേജ്. മാത്തമാറ്റിക്കൽ ആവറേജസിൽ നമ്മൾ പറഞ്ഞു അരിതമെറ്റിക് മീൻ, ജിയോമെട്രിക് മീൻ, അതുപോലെ ഹാർമോണിക് മീൻ. ഇതിലെ അരിതമെറ്റിക് മീനാണ് നമ്മൾ ആദ്യമായിട്ട് പറയാൻ പോകുന്നത്. ദ മീൻ ഈസ് ദി സം ഓഫ് ദി വാല്യൂസ് ഡിവൈഡഡ് ബൈ ദി ടോട്ടൽ നമ്പർ ഓഫ് ഐറ്റംസ് ഇൻ ദി സെറ്റ്. അരിതമെറ്റിക് മീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെറ്റിലെ എല്ലാ വാല്യൂസിൻ്റെയും സമ്മിനെ അതിൻ്റെ ടോട്ടൽ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്നതാണ് അരിതമെറ്റിക് മീൻ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തന്നിട്ടുള്ള വാല്യൂസിനെ എല്ലാം ആഡ് ചെയ്യുക, എന്നിട്ട് അതിൽ എത്ര നമ്പർ ഉണ്ട് ആ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് അരിതമെറ്റിക് മീൻ. ഈ അരിതമെറ്റിക് മീൻ നമുക്ക് എന്ത് ചെയ്യാം, 3 രൂപത്തിൽ കാണാം. ഓക്കെ, അതിന് 3 മെത്തേഡുകളുണ്ട്. ഫസ്റ്റ് വൺ ഡയറക്റ്റ് മെത്തേഡ്, ആൻഡ് സെക്കൻഡ് വൺ അസ്യൂംഡ് മീൻ മെത്തേഡ്, ആൻഡ് തേർഡ് വൺ സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡ്. അപ്പോൾ എങ്ങനെയാണ് ഈ 3 മെത്തേഡിലും അരിതമെറ്റിക് മീൻ കാണുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. അതിനു മുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 3 തരത്തിലുള്ള സീരീസുകളുണ്ട്. ഫസ്റ്റ് വൺ ഇൻഡിവിജ്വൽ സീരീസ്, ദെൻ ഡിസ്ക്രീറ്റ് സീരീസ് ആൻഡ് കണ്ടിന്യൂസ് സീരീസ്. ഇൻഡിവിജ്വൽ സീരീസ് എന്ന് പറയുമ്പോൾ ആ സീരീസിലെ വാല്യൂസ് റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഇവിടെ നമുക്കൊരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ഈ ഇൻഡിവിജ്വൽ സീരീസിലെ ഒരു വാല്യൂവും റിപ്പീറ്റ് ചെയ്ത് വരുന്നില്ല. 2 വരുന്നത് ഒരു തവണയാണ്, 3 വരുന്നത് ഒരു തവണയാണ്, 5 വരുന്നത് ഒരു തവണയാണ്. അങ്ങനെ എല്ലാ വാല്യൂസും ഒരു തവണ, അതിൻ്റെ റിപ്പീറ്റേഷൻ ഒരു തവണയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഇൻഡിവിജ്വൽ സീരീസ് എന്ന് പറയാം. ഇനി നമുക്ക് തന്നിട്ടുള്ള ഡാറ്റയിൽ ഓരോ വാല്യൂസും റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ടെങ്കിൽ, ഇവിടെ നമുക്ക് ഡിസ്ക്രീറ്റ് സീരീസിൽ തന്നിട്ടുള്ള എക്സാമ്പിൾ നോക്കാം. ഇവിടെ 5 4 തവണ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്, 3 ഒരു തവണ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്, 2 6 തവണ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്, 7 2 ടൈംസ് റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരുന്ന സീരീസിനെയാണ് നമ്മൾ ഡിസ്ക്രീറ്റ് സീരീസ് എന്ന് പറയാം. ഈ ഡിസ്ക്രീറ്റ് സീരീസിൽ നമുക്ക് എത്ര തവണയാണ് റിപ്പീറ്റ് ചെയ്ത് വരുന്നത് എന്നുള്ളത് ഫ്രീക്വൻസി ആയിട്ട് തന്നിട്ടുണ്ടായിരിക്കും. ഇനി കണ്ടിന്യൂസ് സീരീസ് എന്ന് പറയുമ്പോൾ ക്ലാസ് സീരീസുകളാണ്. ഇവിടെ നമുക്ക് കാണാം 0 to 10, 10 to 20, 20 to 30 അല്ലേ, ഇതുപോലെ ക്ലാസ് രൂപത്തിൽ തരികയാണെങ്കിൽ ആ സീരീസിനെയാണ് നമ്മൾ കണ്ടിന്യൂസ് സീരീസ് എന്ന് പറയാം. ക്ലിയർ? ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. ഇൻഡിവിജ്വൽ സീരീസിൽ n, അതായത് ടോട്ടൽ നമ്പേഴ്സ് എത്ര ആളുകളുണ്ട് എന്ന് പറയുമ്പോൾ ഇവിടെ ഈ എക്സാമ്പിളിലാണെന്നുണ്ടെങ്കിൽ 4 ആളുകളാണുള്ളത് അല്ലേ. ഇപ്പോൾ നമ്മളിത് സങ്കല്പിക്കുക, ഇത് ഒരു ക്ലാസ്സിൽ കിട്ടിയ കുട്ടികളുടെ മാർക്കാണെന്ന് വിചാരിക്കുക. 2 മാർക്ക് കിട്ടിയ ഒരു കുട്ടിയുണ്ട്, അതുപോലെ 3 മാർക്ക് കിട്ടിയ ഒരു കുട്ടിയുണ്ട്, 5 മാർക്ക് കിട്ടിയ ഒരു കുട്ടിയുണ്ട്, 4 മാർക്ക് കിട്ടിയ ഒരു കുട്ടിയുണ്ട്. സോ എത്ര കുട്ടികളുണ്ട് ടോട്ടൽ? 4 കുട്ടികളാണുള്ളത്. ഇനി ഇവിടെ ഡിസ്ക്രീറ്റ് സീരീസിൽ വരുന്ന സമയത്ത് എത്ര കുട്ടികളുണ്ട്? ഇവിടെ 5 മാർക്ക് കിട്ടിയ 4 കുട്ടികളുണ്ട്, അതുപോലെ 3 മാർക്ക് കിട്ടിയ ഒരു കുട്ടിയുണ്ട്, 2 മാർക്ക് കിട്ടിയ 6 കുട്ടികളുണ്ട്, 7 മാർക്ക് കിട്ടിയ 2 കുട്ടികളുണ്ട്. സോ ടോട്ടൽ എത്ര കുട്ടികളുണ്ട്? ഈ ഫ്രീക്വൻസിയുടെ ടോട്ടലായിരിക്കും n. സോ ഇവിടെ 4 + 1 + 6 + 2 അല്ലേ, 13 ആയിരിക്കും എന്ത് n ആയിട്ട് വരിക. സോ ഫ്രീക്വൻസി ഉണ്ടെങ്കിൽ ഫ്രീക്വൻസിയുടെ ടോട്ടലാണ് n ആയിട്ട് നമ്മൾ എടുക്കേണ്ടത്. ഇനി നമുക്കിതിൻ്റെ പ്രോബ്ലംസ് ചെയ്തു തുടങ്ങാം, അപ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടെ ക്ലിയർ ആവും. ശരി, അപ്പോൾ അരിതമെറ്റിക് മീനിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അരിതമെറ്റിക് മീൻ നമുക്ക് 3 മെത്തേഡ് ഉപയോഗിച്ച് കാണാം. ഡയറക്റ്റ് മെത്തേഡ്, ഷോർട്ട് കട്ട് മെത്തേഡ്, അതുപോലെ സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡ്. എക്സാമിന് നിങ്ങളോട് ഏതെങ്കിലും സ്പെസിഫിക് മെത്തേഡ് ചോദിക്കുകയാണെങ്കിൽ ആ മെത്തേഡ് ഉപയോഗിച്ച് നിങ്ങൾ അരിതമെറ്റിക് മീൻ കാണുക. അതല്ല എങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു മെത്തേഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് അരിതമെറ്റിക് മീൻ കാണാം. അപ്പോൾ ആദ്യം നമ്മൾ ഡയറക്റ്റ് മെത്തേഡ് ഉപയോഗിച്ച് എങ്ങനെയാണ് അരിതമെറ്റിക് മീൻ കാണുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കറിയാം 3 തരത്തിലുള്ള സീരീസുകളുണ്ട്. ഇൻഡിവിജ്വൽ സീരീസ്, ഡിസ്ക്രീറ്റ് സീരീസ്, അതുപോലെ കണ്ടിന്യൂസ് സീരീസ്. ഈ 3 സീരീസിലും ഡയറക്റ്റ് മെത്തേഡ് ഉപയോഗിച്ച് എങ്ങനെ അരിതമെറ്റിക് മീൻ കാണുന്നു എന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഇൻഡിവിജ്വൽ സീരീസ്. നമുക്കിവിടെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്, 3 2 1 5 4 അല്ലേ. ഇൻഡിവിജ്വൽ സീരീസിൽ നമ്മൾ അരിതമെറ്റിക് മീൻ കാണാനുള്ള ഇക്വേഷൻ σx/n എന്നാണ്. ഓക്കെ, σx എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എക്സിൻ്റെ സമ്മാണ് എന്ത് σx എന്ന് പറയുന്നത്. സോ ഇവിടെ σx എന്ന് പറയുമ്പോൾ 15. ഓക്കെ, 15. ദെൻ n എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് ഐറ്റംസ് ആണ്, എത്ര ഐറ്റംസ് ഉണ്ട് എന്നുള്ളതാണ്. സോ ഇവിടെ 5 വാല്യൂസ് ആണുള്ളത്, അതുകൊണ്ട് /5 = 5 എന്ന് കിട്ടി. ഇനി നമുക്ക് ഡിസ്ക്രീറ്റ് സീരീസിൽ നോക്കാം. ഡിസ്ക്രീറ്റ് സീരീസ് ആകുമ്പോൾ നമുക്കറിയാം ഫ്രീക്വൻസി കൂടി തരും അല്ലേ, അതായത് ഓരോ വാല്യൂസും എത്ര തവണ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട് എന്നുള്ളത് കൂടി നമുക്ക് തരും. സോ അങ്ങനെ നമുക്കിവിടെ ഒരു ഡാറ്റ തന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മീൻ കാണാനുള്ള ഇക്വേഷൻ σfx/n എന്നാണ്. ഓക്കെ, σfx/n. സോ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഈ x × f മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ 3 × 4 12, 2 × 1 2,
5 ഇൻറ്റു 3 15, 7 ഇൻറ്റു 2 14 അല്ലേ. എന്നിട്ട് സിഗ്മ എഫ് എക്സ് എന്നാണല്ലോ ഇക്വേഷൻ. സിഗ്മ എഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫ് എക്സിൻ്റെ ടോട്ടലാണ്, സമ്മാണ്. സോ എഫ് എക്സിൻ്റെ സം എന്ന് പറയുമ്പോൾ 43. സോ 43 ഡിവൈഡഡ് ബൈ നമ്മൾ പറഞ്ഞു ഫ്രീക്വൻസി ഉണ്ടെങ്കിൽ എൻ എന്ന് പറയുന്നത് എന്താണ്, ഫ്രീക്വൻസിയുടെ ടോട്ടലാണ്. സോ ഇവിടെ ഫ്രീക്വൻസി എഫിൻ്റെ ടോട്ടൽ അല്ലേ, സിഗ്മ എഫ് എത്രയാണ്, 10 ആണ്. സോ ഡിവൈഡ് ബൈ 10 ഈക്വൽ ടു 4.3. ക്ലിയർ. സോ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എക്സ് ഇൻറ്റു എഫ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു, അങ്ങനെ നമുക്ക് സിഗ്മ എഫ് എക്സ് കിട്ടുന്നു. സിഗ്മ എഫ് എക്സ് ഡിവൈഡ് ബൈ എൻ ആണ്. എൻ എന്ന് പറയുമ്പോൾ ഫ്രീക്വൻസിയുടെ ടോട്ടലാണ് എൻ. ഇനി അടുത്തത് കണ്ടിന്യൂസ് സീരീസിൽ നോക്കാം. കണ്ടിന്യൂസ് സീരീസിൽ നമുക്കറിയാം ക്ലാസ്സുകളായിട്ടായിരിക്കും തരുന്നത് അല്ലേ, 0 to 10 അല്ലെങ്കിൽ 10 to 20 അല്ലേ. ഇപ്പോൾ നമുക്കൊരു ക്ലാസ്സിലെ കുട്ടികളുടെ മാർക്കാണ് 0 മുതൽ 10 മാർക്ക് വരെ കിട്ടിയ 3 കുട്ടികൾ, അതുപോലെ 10നും 20നും ഇടയ്ക്ക് മാർക്ക് കിട്ടിയ ഒരു കുട്ടി. ഈ രൂപത്തിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ മീൻ കാണുന്നത്. ഇതിൻ്റെയും ഇക്വേഷൻ സെയിം ആണ്. പക്ഷേ ഇവിടെ നമുക്ക് ചെയ്യാനുള്ള ഒരു കാര്യം, ഇവിടെ ക്ലാസ് ആയതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ മിഡ് വാല്യൂ കാണണം. എക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു വാല്യൂ ഇല്ല, പകരം നമുക്ക് ക്ലാസ് ആയിട്ടാണ് തന്നിട്ടുള്ളത്. സോ നമ്മൾ ഇതിൻ്റെ ഒരു മിഡ് വാല്യൂ കാണണം. 0 to 10 എന്ന് പറയുമ്പോൾ അതിൻ്റെ മിഡ് വാല്യൂ നമ്മൾ എങ്ങനെ കാണും, 0 + 10 ഡിവൈഡഡ് ബൈ 2. ഓക്കെ, അപ്പോൾ നമുക്ക് 10/2 ഈക്വൽ ടു 5. ഇനി അതുപോലെ 10 + 20 ഡിവൈഡഡ് ബൈ 2, അപ്പോൾ നമുക്ക് 15 എന്ന് കിട്ടും അല്ലേ. അതായത് ഈ ക്ലാസ്സിൻ്റെ മിഡിൽ വരുന്ന വാല്യൂ ആണ് നമ്മൾ കാണുന്നത്. അങ്ങനെ ഓരോ വാല്യൂസിൻ്റെ 25, 35. ഇപ്പോൾ മിഡ് എക്സ് കിട്ടി. ദെൻ ഈ മിഡ് എക്സ് ഇൻറ്റു നമ്മളുടെ ഫ്രീക്വൻസിയെ നമ്മൾ എന്ത് ചെയ്യുന്നു, മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഓക്കെ, 3 × 5 15 × 1 25 × 2 35 × 4. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു, എഫ് എക്സ് കിട്ടുന്നു. സോ ടോട്ടൽ സിഗ്മ എഫ് എക്സ് എന്ന് പറയുമ്പോൾ 220. നമുക്കറിയാം ഇക്വേഷൻ എന്താണ്, സിഗ്മ എഫ് എക്സ് ഡിവൈഡ് ബൈ എൻ അല്ലേ. ഫ്രീക്വൻസി ഉണ്ടെങ്കിൽ സിഗ്മ എഫ് എക്സ് ഡിവൈഡ് ബൈ എൻ, ഫ്രീക്വൻസി ഇല്ല എങ്കിൽ സിഗ്മ എക്സ് ഡിവൈഡ് ബൈ എൻ അല്ലേ. അപ്പോൾ ഇവിടെ സിഗ്മ എഫ് എക്സ് നമുക്ക് കിട്ടി 220 ആണ്. ദെൻ എൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഫ്രീക്വൻസി ഉള്ള ഡിസ്ട്രിബ്യൂഷൻ ആണെന്നുണ്ടെങ്കിൽ എൻ എന്താണ്, ഫ്രീക്വൻസിയുടെ ടോട്ടലാണ്. സോ ഫ്രീക്വൻസിയുടെ ടോട്ടൽ 10 ഈക്വൽ ടു 22. അരിതമെറ്റിക് മീൻ കാണുന്നതാണ് നമ്മൾ പറഞ്ഞത്. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് സിഗ്മ എക്സ് ഡിവൈഡഡ് ബൈ എൻ ആണ്. ഫ്രീക്വൻസി ഉള്ള ഡിസ്ട്രിബ്യൂഷൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ സിഗ്മ എഫ് എക്സ് ആണ് എടുക്കേണ്ടത്. ഓക്കെ, അതായത് സിഗ്മ എന്ന് പറയുമ്പോൾ സമ്മാണ്, എഫ് ഇൻറ്റു എക്സ് മൾട്ടിപ്ലൈ ചെയ്തതിൻ്റെ സമ്മ്. ഓക്കെ, ദെൻ ഫ്രീക്വൻസി ഉള്ള ഡിസ്ട്രിബ്യൂഷൻ ആണെന്നുണ്ടെങ്കിൽ എൻ എന്തായിരിക്കും, ഫ്രീക്വൻസിയുടെ ടോട്ടലായിരിക്കും. ദെൻ ക്ലാസ് സീരീസ് ആണ് നമുക്ക് തന്നിട്ടുള്ളതെങ്കിൽ നമ്മൾ അതിൻ്റെ എന്ത് ചെയ്യണം, മിഡ് എക്സ് കാണണം. മിഡ് എക്സ് എന്ന് പറയുമ്പോൾ ലോവർ വാല്യൂവും അപ്പർ വാല്യൂവും ആഡ് ചെയ്ത് 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ആ ക്ലാസ്സിൻ്റെ മിഡ് വാല്യൂ കിട്ടും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ ശ്രദ്ധിക്കേണ്ടത്. ഡയറക്റ്റ് മെത്തേഡിലൂടെ അരിതമെറ്റിക് മീൻ കാണുന്നത് നമ്മൾ മനസ്സിലാക്കി. ഇനി അസ്യൂംഡ് മീൻ മെത്തേഡിലൂടെ എങ്ങനെ അരിതമെറ്റിക് മീൻ കാണുന്നു എന്ന് നോക്കാം. മുമ്പ് നമ്മൾ എടുത്തിട്ടുള്ള സെയിം വാല്യൂസ് തന്നെയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ആദ്യം നമുക്ക് ഇൻഡിവിജ്വൽ സീരീസിൽ നോക്കാം. ദെൻ ഇവിടെ നമുക്ക് വാല്യൂസ് തന്നിട്ടുണ്ട് 3 2 1 5 4 അല്ലേ. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് തന്നിട്ടുള്ള വാല്യൂസിലെ ഏതെങ്കിലും ഒരു വാല്യൂവിനെ മീനായിട്ട് നമ്മൾ സങ്കല്പിക്കണം. ഓക്കെ, ഏതെങ്കിലും ഒരു വാല്യൂവിനെ മീനായിട്ട് നമ്മൾ സങ്കല്പിക്കുന്നു. സോ ഞാനിവിടെ 2 മീനായിട്ട് സങ്കല്പിക്കുന്നു എന്ന് വിചാരിക്കാം. ദെൻ നെക്സ്റ്റ് സ്റ്റേജിൽ നമ്മൾ ചെയ്യേണ്ടത്, ഓരോ വാല്യൂവിൽ നിന്നും ഈ അസ്യൂംഡ് മീൻ നമ്മൾ ലെസ് ചെയ്യുക. അതാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത് എക്സ് മൈനസ് എ എന്നുള്ളത്. ഓക്കെ, സോ ഇവിടെ 3 മൈനസ്, ഞാൻ അസ്യൂംഡ് മീനായിട്ട് എടുത്തത് 2 ആണ്. സോ 3 - 2 എന്ന് പറയുമ്പോൾ 1. ഓക്കെ, അതിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ഡി എന്നുള്ള ലെറ്റർ കൊണ്ടാണ്. എക്സ് മൈനസ് എ എന്നുള്ളതിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ഡി, ഡിഫറൻസ് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്തത് 2 - 2 ആണ് അല്ലേ. ഇവിടെ 2 ആണ് എക്സ്, അതിൻ്റെ നമ്മുടെ അസ്യൂംഡ് മീനും 2 ആണ്. സോ 0. ഇനി അടുത്തത് 1 - 2 ആണ്. അപ്പോൾ 1 - 2 എന്ന് പറയുമ്പോൾ -1 ആണ് നമുക്ക് കിട്ടുക. ഓക്കെ, ദെൻ 5 - 2 എന്ന് പറയുമ്പോൾ 3. ദെൻ 4 - 2 എന്ന് പറയുമ്പോൾ 2. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ചെയ്ത കാര്യം എന്താണെന്ന് മനസ്സിലാക്കുക. ആദ്യം നമ്മൾ ഏതെങ്കിലും ഒരു വാല്യൂവിനെ അസ്യൂംഡ് മീനായിട്ട് എടുക്കുന്നു. ദെൻ എല്ലാ വാല്യൂസിൽ നിന്നും ആ അസ്യൂംഡ് മീൻ ലെസ് ചെയ്യുന്നു. ഇത് ഡി ആണെന്ന് നമ്മൾ പറഞ്ഞു. സോ ഇതിനെ നമ്മൾക്ക് എന്ത് പറയാം, സിഗ്മ ഡി എന്ന് പറയാം. ഓക്കെ, സിഗ്മ എന്ന് പറയുമ്പോൾ സം അല്ലേ. സോ സിഗ്മ ഡി എത്രയാണ് നമുക്കിവിടെ കിട്ടിയത്, 5. ഓക്കെ, ദെൻ ഇവിടെ മീൻ കാണാനുള്ള ഇക്വേഷൻ എക്സ് ബാർ ഈക്വൽ ടു എ പ്ലസ് സിഗ്മ ഡി ബൈ എൻ. എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ അസ്യൂംഡ് മീനാണ്. സിഗ്മ ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഡിഫറൻസിൻ്റെ സിഗ്മയാണ്, ടോട്ടലാണ്. എൻ എന്ന് പറയുമ്പോൾ ടോട്ടൽ നമ്പേഴ്സ് അല്ലേ. അപ്പോൾ നമുക്കറിയാം ഇവിടെ എ എന്ന് പറയുന്നത് 2 ആണ്, സിഗ്മ ഡി എന്ന് പറയുന്നത് 5 ആണ്. ദെൻ
നമ്മളുടെ എത്ര വാല്യൂസ് ഉണ്ട് 1 2 3 4 5 അല്ലേ 5 വാല്യൂസ് ആണുള്ളത് സോ 5 ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും 3 എന്ന് കിട്ടും ഇനി നമുക്ക് ഡിസ്ക്രീറ്റ് സീരീസിൽ നോക്കാം ഡിസ്ക്രീറ്റ് സീരീസിൽ എന്തുണ്ടായിരിക്കും എഫ് കൂടി ഉണ്ടായിരിക്കും അല്ലേ ഫ്രീക്വൻസി കൂടി ഉണ്ടായിരിക്കും അപ്പോൾ നമ്മൾ ഇവിടെയും നമ്മൾ ഏതെങ്കിലും ഒരു വാല്യൂവിനെ നമുക്ക് തന്നിട്ടുള്ള വാല്യൂസിൽ ഏതെങ്കിലും ഒരു വാല്യൂവിനെ നമ്മൾ അസ്യൂംഡ് മീനായിട്ട് സങ്കല്പിക്കുന്നു അപ്പോൾ ഞാനിവിടെ അസ്യൂംഡ് മീനായിട്ട് 3 എടുക്കുന്നു എന്ന് വിചാരിക്കാം ഓക്കെ 3 എടുത്തു കഴിഞ്ഞാൽ 3 മൈനസ് ഡി എന്ന് പറയുമ്പോൾ എന്താണ് എക്സ് മൈനസ് എ എന്നാണ് സോ 3 മൈനസ് 3 0 ഓക്കെ ദെൻ 2 മൈനസ് 3 2 മൈനസ് 3 എന്ന് പറയുമ്പോൾ മൈനസ് 1 അല്ലേ ദെൻ 5 മൈനസ് 3 5 മൈനസ് 3 എന്ന് പറയുമ്പോൾ 2 ഓക്കെ ദെൻ 7 മൈനസ് 3 7 മൈനസ് 3 എന്ന് പറയുമ്പോൾ 4 അപ്പോൾ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾ തെറ്റിപ്പോകരുത് എക്സ് മൈനസ് എ എന്നാണ് ഓക്കെ അതായത് നമ്മളുടെ അസ്യൂംഡ് മീൻ നമ്മൾ എന്തിൽ നിന്ന് കുറക്കണം ഓരോ വാല്യൂസിൽ നിന്നും എക്സ് എന്ന് കുറക്കണം അതാണ് ഡി എന്ന് പറയുന്നത് ഓക്കെ ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു ഇവിടെ ഫ്രീക്വൻസി ഉണ്ട് നമ്മളുടെ മുമ്പുള്ള സീരീസിൽ അല്ല ഇൻഡിവിജ്വൽ സീരീസിൽ ഫ്രീക്വൻസി ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഫ്രീക്വൻസികളുടെ മൾട്ടിപ്ലൈ ചെയ്യാറുണ്ട് ഇവിടെ ഫ്രീക്വൻസി ഉള്ളതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം എഫ് ഇൻറ്റു ഡി മൾട്ടിപ്ലൈ ചെയ്യണം സോ നമുക്ക് എഫ് ഡി കിട്ടും അതിൻ്റെ സിഗ്മയാണ് 13 ഓക്കെ അപ്പോൾ ഇവിടെ ഇക്വേഷൻ നോക്കാം എക്സ് ബാർ ഈക്വൽ ടു എ പ്ലസ് സിഗ്മ എഫ് ഡി ഡിവൈഡഡ് ബൈ എൻ ഇവിടെ അസ്യൂംഡ് മീനായിട്ട് എടുത്തത് 3 ആണ് സോ എ 3 ദെൻ സിഗ്മ എഫ് ഡി എന്ന് പറയുന്നത് നമുക്ക് 13 ആണ് കിട്ടിയത് അതായത് നമ്മൾ എഫ് ഇൻറ്റു ഡി മൾട്ടിപ്ലൈ ചെയ്തു അല്ലേ സോ നമുക്ക് 13 ആണ് കിട്ടിയത് ദെൻ നമ്പർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനിൽ എൻ എന്ന് പറയുമ്പോൾ എന്താണ് ഫ്രീക്വൻസിയുടെ ടോട്ടലാണ് 10 അപ്പോൾ നമുക്ക് എന്ത് കിട്ടി 4.3 എന്ന് കിട്ടി ഇനി കണ്ടിന്യൂസ് സീരീസിൽ നോക്കാം കണ്ടിന്യൂസ് സീരീസിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ് ആദ്യം നമ്മൾ മിഡ് എക്സ് കാണണം അല്ലേ ക്ലാസ് സീരീസ് ആകുന്ന സമയത്ത് മിഡ് എക്സ് കാണണം അപ്പോൾ നമ്മളിവിടെ മിഡ് എക്സ് കണ്ടു ദെൻ ഈ മിഡ് എക്സിൽ നിന്ന് ഏതെങ്കിലും ഒരു വാല്യൂവിന് നമ്മൾ അസ്യൂംഡ് മീനായിട്ട് എടുക്കാം അപ്പോൾ ഞാനിവിടെ 15 അസ്യൂംഡ് മീനായിട്ട് എടുത്തു എന്ന് വിചാരിക്കാം സോ 5 മൈനസ് 15 എന്ന് പറയുമ്പോൾ മൈനസ് 10 ഓക്കെ ഇനി 15 മൈനസ് 15 0 15 മൈനസ് 25 മൈനസ് 15 10 അല്ലേ ദെൻ 35 മൈനസ് 15 20 ഓക്കെ അപ്പോൾ നമുക്ക് ഡി കിട്ടി ഇനി നെക്സ്റ്റ് സ്റ്റേജിൽ നമ്മൾ എന്ത് ചെയ്യുന്നു ഡി ഇൻറ്റു എഫ് ഫ്രീക്വൻസി ഉള്ളതുകൊണ്ട് ഫ്രീക്വൻസിയുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു അങ്ങനെ എഫ് ഡി കാണുന്നു മൈനസ് 10 ഇൻറ്റു 3 മൈനസ് 30 ദെൻ 2 ഇൻറ്റു 10 20 4 ഇൻറ്റു 20 80 അപ്പോൾ നമ്മൾ ആഡ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് ആദ്യം പോസിറ്റീവ് വാല്യൂസിന് ആഡ് ചെയ്യാം അപ്പോൾ ഇവിടെ 20 പ്ലസ് 80 എന്ന് പറയുമ്പോൾ 100 അല്ലേ ദെൻ അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക ഈ മൈനസ് വാല്യൂസ് ലെസ് ചെയ്യുക സോ 100ൽ നിന്നും മൈനസ് 30 കുറച്ച് കഴിഞ്ഞാൽ ബാക്കി 70 അപ്പോൾ നമുക്ക് സിഗ്മ എഫ് ഡി കിട്ടി ഇവിടെയും ഇക്വേഷൻ നമുക്കറിയാം എ പ്ലസ് സിഗ്മ എഫ് ഡി ഡിവൈഡ് ബൈ എൻ സെയിം ഇക്വേഷനാണ് എ ആയിട്ട് നമ്മൾ എടുത്തത് 15 ആണ് 15 അസ്യൂംഡ് മീനായിട്ട് എടുത്തത് ദെൻ സിഗ്മ എഫ് ഡി നമുക്ക് കിട്ടിയത് 70 ആണ് ഡിവൈഡഡ് ബൈ എൻ എന്ന് പറയുമ്പോൾ ഫ്രീക്വൻസിയുടെ ടോട്ടലാണ് 10 ഈക്വൽ ടു 22 ഓക്കെ അപ്പോൾ വളരെ ഈസിയാണ് ഒരു ചെറിയ ലോജിക്ക് മതി നമുക്ക് എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാൻ സോ അരിതമെറ്റിക് മീന് ഡയറക്റ്റ് മെത്തേഡിലൂടെയും അസ്യൂംഡ് മീൻ മെത്തേഡിലൂടെയും എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കി ഇനി ഒരു മെത്തേഡ് കൂടി ഉണ്ട് സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡ് ഈ സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡ് നമ്മൾ കണ്ടിന്യൂസ് സീരീസിൽ മാത്രമാണ് അപ്ലൈ ചെയ്യുന്നത് സോ സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡ് ഉപയോഗിച്ച് എങ്ങനെയാണ് അരിതമെറ്റിക് മീൻ കാണുന്നത് എന്ന് നോക്കാം നമുക്കിവിടെ വാല്യൂസ് തന്നിട്ടുണ്ട് 0 to 10 10 to 20 20 to 30 30 to 40 അതിൻ്റെ ഫ്രീക്വൻസിയും തന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം പഴയ പോലെ തന്നെ ക്ലാസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം അതിൻ്റെ മിഡ് എക്സ് കാണണം ദെൻ മിഡ് എക്സ് കണ്ടു കഴിഞ്ഞാൽ ഇവിടെ നമ്മളുടെ അസ്യൂംഡ് മീൻ മെത്തേഡിലെ അതുപോലെ തന്നെയാണ് ചെറിയ ഒരു വ്യത്യാസം മാത്രമാണുള്ളത് അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു അസ്യൂംഡ് മീൻ മെത്തേഡ് നമ്മൾ കണ്ടതുപോലെ ഡിഫറൻസ് കാണുന്നു ഡി കാണുന്നു എക്സ് മൈനസ് എ അല്ലേ അപ്പോൾ ഞാനിവിടെ അസ്യൂംഡ് മീനായിട്ട് 15 ആണ് എടുത്തിട്ടുള്ളത് സോ 5 മൈനസ് 15 മൈനസ് 10 ദെൻ 15 മൈനസ് 15 0 അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു ഡി കാണുന്നു ദെൻ അടുത്ത ഒരു സംഭവം ഉള്ളത് ഡി ഡാഷ് എന്ന് പറയുന്ന ഒരു സംഗതിയാണ് ഡി ഡാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡി ഡിവൈഡഡ് ബൈ കോമൺ ഡിഫറൻസ് എന്നാണ് ഡി ഡാഷ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓരോ വാല്യൂസിന് എന്ത് ചെയ്യുക കോമൺ ഡിഫറൻസ് കൊണ്ട് മൾട്ടിപ്ലൈ ഈ കോമൺ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ ക്ലാസിൻ്റെ ഡിഫറൻസ് ആണ് ഇപ്പോൾ 0 to 10 എന്ന് പറയുമ്പോൾ എത്രയാണ് ഇതിൻ്റെ ഡിഫറൻസ് 10 അല്ലേ അതുപോലെ 10 to 20 എന്ന് പറയുമ്പോൾ അതിൻ്റെ ഡിഫറൻസ് എത്രയാണ് 10 20 to 30 എന്ന് പറയുമ്പോൾ അതിൻ്റെ ഡിഫറൻസ് 10 അല്ലേ അപ്പോൾ ഇവിടെ കോമൺ ഡിഫറൻസ് എത്രയാണ് 10 ആണ് അല്ലേ അപ്പോൾ നമ്മൾ മിഡ് എക്സിൽ നോക്കിയാലും മതി മിഡ് എക്സിൽ നോക്കി കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ ഡിഫറൻസ് എത്രയാണ് കോമൺ ഡിഫറൻസ് 10 ആയിരിക്കും ഓക്കെ സോ ഈ 10 കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ഈ ഡിയെ ഡിവൈഡ് ചെയ്യുന്നു
ഓക്കെ. സോ -10 ഡിവൈഡ് ബൈ 10 ഈക്വൽ ടു -1. 0 ഡിവൈഡ് ബൈ 10 ഈക്വൽ ടു 0. 10 ബൈ 10 ഈക്വൽ ടു. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഡി ഡാഷ് ഇൻറ്റു എഫ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എഫ് ഡി ഡാഷ് എന്നാണ് കിട്ടുക. സോ അതിൻ്റെ സിഗ്മയാണ് സിഗ്മ എഫ് ഡി ഡാഷ്. ഓക്കെ, 7 ആണ്. നമ്മളുടെ അസ്യൂംഡ് മീൻ മെത്തേഡ് പോലെ തന്നെയാണ്, ചെറിയൊരു വ്യത്യാസമുണ്ട്. സിഗ്മ എഫ് ഡി ഡാഷ് ആയിരിക്കും. ഓക്കെ. സോ സിഗ്മ എഫ് ഡി ഡാഷ് ഡിവൈഡ് ബൈ എൻ ഇൻറ്റു ഇവിടെ സി, ഒരു കോമൺ ഡിഫറൻസ്. നമ്മൾ ഇവിടെ കോമൺ ഡിഫറൻസിനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എന്ത് ചെയ്യുന്നു, അതിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ എന്തായിരിക്കും, സെയിം റിസൾട്ട് തന്നെ ആയിരിക്കും. സോ എ എന്ന് പറയുമ്പോൾ നമ്മളെടുത്തത് 15 ആണ്. സിഗ്മ ഡി ഡാഷ് നമുക്ക് കിട്ടി 7 ആണ്. എൻ എന്ന് പറയുമ്പോൾ ഫ്രീക്വൻസിയുടെ ടോട്ടലാണ്. ഇൻറ്റു ഇവിടെ കോമൺ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ എന്താണ്, 10 ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, 22 അല്ലേ. നമ്മൾ മുമ്പ് ചെയ്ത സെയിം ആൻസർ തന്നെ ആയിരിക്കും ഇതിനും വരുന്നത്. സോ നമ്മൾ പറഞ്ഞത് ഡയറക്റ്റ് മെത്തേഡ് ഉപയോഗിച്ചും അസ്യൂംഡ് മീൻ മെത്തേഡ് ഉപയോഗിച്ചും സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡ് ഉപയോഗിച്ചും അരിതമെറ്റിക് മീൻ കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ്.